ഇതുപോലെ ഇരിക്കുന്ന പിഗ്മെന്റ് ലിപ്സ് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്തെടുത്താലോ? അപ്പൊ എനിക്ക് കോമൺ ആയിട്ട് എടുത്തൊരു മെസ്സേജ് ആണ്, കുറെ മെസ്സേജ് വന്നെയാണ്, ചേച്ചി ചുണ്ടിന് ചുറ്റും ഭയങ്കര പിഗ്മെന്റ് ആണ്, ഭയങ്കര ഡാർക്ക് ആയിട്ട് ഇരിക്കുകയാണ്, എന്ത് ചെയ്യും, എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ? ഞാൻ സിഗരറ്റ് ഒന്നും വലിക്കാറില്ല, ഞാൻ ഒന്നും തന്നെ ചെയ്യാറില്ല, പക്ഷെ എന്നാൽ പോലും എന്റെ ചുണ്ടിന് ചുറ്റും നല്ലോണം പിഗ്മെന്റഡ് ആയിട്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങുന്നുണ്ടും, നീ നല്ല വലിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ മെസ്സേജ് വന്ന സമയത്താണ് ഇത് കുറെ പേരുടെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഗേൾസ് ആയിക്കോട്ടെ, ബോയ്സ് ആയിക്കോട്ടെ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് കമന്റ് ബോക്സിൽ, യൂട്യൂബിൽ കമന്റ് ബോക്സിലൊക്കെ എനിക്ക് മെസ്സേജ് വന്ന് തുടങ്ങി. അത് മാത്രമല്ല, എന്നോട് ആൾക്കാർ നേരിട്ട് വന്നിട്ട് എവിടെയൊക്കെ പോകുന്ന സമയത്തായിക്കോട്ടെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോടൊന്ന് നേരിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ചുണ്ടിന് ചുറ്റും ഭയങ്കര പിഗ്മെന്റഡ് ആണ്, എങ്ങനെ മാറ്റിയെടുക്കാം? ഒരു സമയത്ത് എന്റെ ചുണ്ടിന് ചുറ്റും ഈ രണ്ട് സൈഡും നല്ലെന്ന് പറഞ്ഞാൽ നല്ല പിഗ്മെന്റ് ആണ്. ലൈക്ക് പറഞ്ഞ ഇപ്പൊ എങ്ങനെ പറയാം, നല്ല കരിവാളിച്ചിരിക്കുമായിരുന്നു ഈ ഒരു രണ്ട് സൈഡും. അത് ഞാൻ പ്രോപ്പറായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യത്തില്ല, പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യത്തില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ചുണ്ടിന് ചുറ്റും ഇതേ കണക്ക് പിഗ്മെന്റേഷൻ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ വരുന്നതെന്നും കൂടെ നോക്കാം. കാരണം നമ്മൾ ഹോം റെമഡി ഒക്കെ ട്രൈ ചെയ്യുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും നമുക്ക് വേറെ പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് അതൊന്ന് കുറയ്ക്കാൻ നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ മാറുകയും പിന്നെ നമ്മൾ ഈ ഹോം റെമഡി ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യത്തുള്ളൂ. അല്ലാതെ ഹോം റെമഡി ട്രൈ ചെയ്യും വീണ്ടും ആ പഴയ കാര്യങ്ങൾ വീണ്ടും പഴയതുപോലെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിസൾട്ട് അത്രത്തോളം നല്ലതായിട്ട് കിട്ടത്തില്ല. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ വരാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഓവറായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റെയിൻ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു പോർഷനൊക്കെ നമുക്ക് പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ടാകും. എന്നാൽ പോലും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്, സ്മോക്കിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യത്തില്ല, പക്ഷെ അവരുടെ ചുണ്ടിന് രണ്ട് സൈഡിലും കറുപ്പ് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ അവർ ഓവറായിട്ട് കഫെയിൻ പ്രോഡക്ട്സ് മീൻസ് കോഫി, ടീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, മീൻസ് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ചുണ്ടിന് ചുറ്റും ഇതുപോലെ ഈ രണ്ട് സൈഡിലും ഒക്കെ ഒരു ഡാർക്ക് സ്റ്റെയിൻ പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ നോക്കണം. ഓവറായിട്ടുള്ള കഫെയിൻ പ്രോഡക്ട്സ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ നോക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഹോം റെമഡി ട്രൈ ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് റിസൾട്ടും കിട്ടത്തുള്ളൂ. അതായത് ഹോം റെമഡി ട്രൈ ചെയ്യും വീണ്ടും ഓവറായിട്ട് കഫെയിൻ ആയിട്ടുള്ള മീൻസ് ടീ, കോഫി ഒക്കെ കുടിക്കുവാണെങ്കിൽ വീണ്ടും നമ്മുടെ ചുണ്ട് പഴയ പോലെ വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഡീഹൈഡ്രേഷൻ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ചുണ്ടിന് ചുറ്റും ഡാർക്ക് പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലോണം വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കണം. പിന്നെ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചുണ്ടിന് ചുറ്റും കറുപ്പ് വരാറുണ്ട്. ലൈഫ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് വെച്ചിട്ടൊക്കെ ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓവറായിട്ട് വെയിൽ കൊള്ളുവാണെങ്കിലും, ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് SPF ഉള്ള ലിപ് ബാംസ് ഒക്കെ അവൈലബിൾ ആണ്. സോ അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ സ്കിന്നിനും ബോഡിക്കും മാത്രം കെയർ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ലിപ്പിനും ഒരു പ്രോപ്പറായിട്ട് SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, എന്നും ലിപ്സ്റ്റിക് മീൻസ് എന്റെ കൂട്ടൊക്കെ എന്നും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ. ലിപ് ബാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് SPF ഒക്കെ ഉള്ള കോജിക് ആസിഡ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ നോക്കൂ. എന്നാൽ മാത്രം നമ്മുടെ ചുണ്ടിന് ചുറ്റുള്ള പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്നിട്ട് നിങ്ങൾ ഈ വില കുറവാ എന്ന് പറഞ്ഞ് ഈ ലോക്കൽ ബ്രാൻഡ്സിനകത്തുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഒന്നും ട്രൈ ചെയ്യാണ്ടിരിക്കാൻ നോക്കൂ. അതുപോലെ വില കുറവാന്ന് പറഞ്ഞ് ലോക്കൽ ബ്രാൻഡ്സിലുള്ള നമ്മൾ ലിപ് ബാം ഒന്നും ട്രൈ ചെയ്യാണ്ടിരിക്കാൻ നോക്കൂ. കാരണം അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് പോലും നമുക്ക് അറിയത്തില്ല. കുറേ ലിപ് ബാംസ് ഉണ്ട്, യൂസ് ചെയ്തിട്ട് ആൾക്കാരുടെ ചുണ്ട് വീണ്ടും ഡാർക്ക് ആക്കുന്ന ലിപ് ബാംസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ലിപ് ബാം ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലിപ് ബാംസ് നോക്കി സെലക്ട് ചെയ്യാൻ നോക്കൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയും റീസൺസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ചുണ്ടിന് ചുറ്റും ഡാർക്ക് പിഗ്മെന്റേഷൻ വരാനുള്ള റീസൺ വന്നിട്ട്. സോ അപ്പൊ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ പോക്കാനുള്ളൊരു ഹോം റെമഡിയാണ്. അപ്പൊ നിങ്ങൾ ഇതേ കണക്കൊന്ന് ഫോളോ ചെയ്ത് പോയി നോക്കൂ. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം, ആഫ്റ്റർ കെയറും കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ ഇത് ആർക്കൊക്കെ ട്രൈ ചെയ്യാം, എപ്പോഴൊക്കെ ട്രൈ ചെയ്യാം, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇതിലൊട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ കമോൺ. അപ്പൊ ഈ ഒരു രണ്ട് സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ പിഗ്മെന്റേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഒരു സ്ക്രബിങ്, എക്സ്ഫോളിയേഷൻ അങ്ങനത്തെ ഒരു സ്റ്റെപ്പും, സെക്കൻഡ് വന്നിട്ട് ഒരു പാക്ക് ആണ്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് മീൻസ് നമ്മുടെ ഒരു സ്ക്രബിങ് സ്റ്റെപ്പ് എല്ലാ ദിവസവും ട്രൈ ചെയ്യല്ല, ഇത് നമ്മൾ വീക്ക്ലി മാത്രം ട്രൈ ചെയ്താൽ മതി. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഇത് വന്നിട്ട് പാക്ക് ആണ്, ഇത് നമുക്ക് എല്ലാ ദിവസവും ട്രൈ ചെയ്താൽ അത്രയും റിസൾട്ടും കാര്യങ്ങളും ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ ഇത് അപ്ലൈ ചെയ്ത് അതിന് മുന്നേ ഇത് എങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് വേഗം പോയി കണ്ടിട്ട് വരാം.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ശർക്കരയാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കറുത്ത ശർക്കരയാണ്. നിങ്ങൾക്ക് വെള്ള ശർക്കര ഉണ്ടെങ്കിൽ അതെടുക്കാം. ശർക്കരയ്ക്കകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള മാത്രമല്ല നമ്മുടെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് മങ്കി പാച്ചസ് പോലെ വരത്തില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വന്നിട്ട് ഹണിയാണ് എടുത്തേക്കുന്നത്. ഹണി നമ്മുടെ ലിപ്സ് നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓവറായിട്ട് വെള്ളമായി പോലെ ഓവറായിട്ട് കട്ടിയായി പോലെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു സ്ക്രബിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് റിസൾട്ട് ഇട്ടിട്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആമക്കി ചുണ്ടിലെ തൊലി മൊത്തം കളയുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും സ്ക്രബ് ചെയ്യില്ല. ചുണ്ടിലെന്ന് മാത്രമല്ല, നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമ്മളെ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഭയങ്കരമായിട്ട് ഒരിക്കലും നമ്മൾ ഭയങ്കര അമർത്തി ചെയ്യില്ല. ഒരു ജസ്റ്റ് നമുക്കൊരു മസാജ് പോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ശർക്കരയ്ക്കകത്ത് ചെറിയൊരു തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ടും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇത് എല്ലാ ദിവസവും ട്രൈ ചെയ്യാൻ, വീക്ക്ലി 1 ടൈം മാത്രമേ ട്രൈ ചെയ്യാവൂ. ഇനിയിപ്പോൾ ഫേസിലായിക്കോട്ടെ ലിപ്സിലായിക്കോട്ടെ സ്ക്രബിങ് വീക്ക്ലി 1 ടൈം മാത്രമേ ട്രൈ ചെയ്യാവൂ. നമുക്ക് ഇതേ കണക്ക് എല്ലാ സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ഓവറായിട്ട് സ്ക്രബ് ചെയ്യില്ല, നമുക്കത് നെഗറ്റീവ് റിസൾട്ടിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഭയങ്കരമായിട്ട് ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് മസാജ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ പാക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ പാക്ക് നമ്മുടെ സ്ക്രബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമ്മുടെ ഈ ഒരു അടിപൊളി പാക്ക് റെഡിയാക്കുന്നതിന് കണ്ടിട്ട് വരും. പാക്ക് റെഡിയൊക്കെ ആദ്യം തന്നെ വേണ്ടുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ്. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ചെറുതായിട്ടൊന്ന് ഫോക്കസ് ഔട്ടായി പോയി കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി എടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കും. ഒരിക്കലും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞപ്പൊടി അങ്ങനെ ഡയറക്റ്റ് എടുത്ത് ലിപ്പിൽ അപ്ലൈ ചെയ്യില്ല, ചിലപ്പോൾ നമ്മുടെ ലിപ്സ് പൊള്ളാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. അതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ കുറച്ച് അലോവേറ ജെല്ല്, അല്ലെങ്കിൽ കുറച്ച് ഹണി, അതല്ലെങ്കിൽ കുറച്ച് നോർമൽ റോസ് വാട്ടർ, അല്ലെങ്കിൽ കുറച്ച് നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കുക. കുതിരാൻ വെച്ചതിന് ശേഷം വേണം നമ്മുടെ ഒരു പാക്ക് നമ്മൾ ലിപ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ഹണി, അലോവേറ ജെല്ല്, റോസ് വാട്ടർ, ഇതൊക്കെ നമ്മുടെ ലിപ്പിലുള്ള പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീക്ക്ലി മാത്രമല്ല, ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഹണി മാത്രമായിട്ട് ലിപ്പിൽ വെറുതെ കുറച്ചൊരു അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ ലിപ്സ് നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സംസാരിക്കാണ്ട് അപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറേ നേരം ഒന്നും വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെക്കുക. അതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ പാക്കൊക്കെ ഇട്ട് കംപ്ലീറ്റ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് വളരെ വളരെ മസ്റ്റാണ്. നിങ്ങൾ നിങ്ങളുടെ AM റൂട്ടീനും PM റൂട്ടീനും ഒരു ലിപ് ബാം എപ്പോഴും കാണണം. അതുകൂടാതെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ലിപ് ബാം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ്. ഞാൻ ഡെർമാക്കോയുടെ യൂസ് ചെയ്തിട്ടുണ്ട്, വിഷ്കാറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡീകൺസ്ട്രക്റ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ദേഗയുടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ലിപ് ബാംസ് ആണ്. നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് വിറ്റാമിൻ സിയും കോജിക് ആസിഡും അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ്. അത് മാത്രമല്ല SPF കൊണ്ടുള്ള ലിപ് ബാംസ് ആണ് ഇത് വന്നിട്ട്. ഇനി നമുക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പ്രോഡക്ട്സിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ്. ഇത് നമ്മുടെ ഒരു ഷെയ്ഡ് ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ. അപ്ലൈ ചെയ്താൽ നമ്മുടെ ചുണ്ടിൻ്റെ അതേ ഒരു സെയിം ഷെയ്ഡിൽ വരുന്ന ലിപ് ബാമാണ്. സോ അപ്പം ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതേ കണക്ക് ലിപ്പിന് ചുറ്റുള്ള പിഗ്മെൻറ്റേഷൻ, ചുണ്ടിൻ്റെ 2 സൈഡിലുള്ള പിഗ്മെൻറ്റേഷൻ ഒക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ബൈ ഡിയേഴ്സ്.